Thank you, doctor. Token number 27. ഡോക്ടർ നിങ്ങളുടെ മൂന്നാമത്തെ പോയില്ല ഇതൊരു ആസ്മ അറിയില്ല. നീ ആദ്യം ഇരിക്കും. നീ ഇത് എത്ര പ്രാവശ്യം യൂസ് ചെയ്തു? ഡെയിലി 3 പ്രാവശ്യം. എങ്ങനെ? ഇതെന്താ ഇൻഹേലർ? ഇതിനു മുമ്പ് ഏത് ഡോക്ടറാണ് കൺസൾട്ട് ചെയ്തത്? ആറല്ലേ? You ain't stopping me. Step aside, motherfucker. I said 23, going on a spree. You just set me free. VIP, walking easily, but so casually. Low key G, locked in mentally, that's the guarantee. Talk to me, numbers never lie. Add it up, that's me. Good morning, doctor. ഇപ്പൊ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്ന കാര്യം താനാണോ റിപ്പോർട്ട് ചെയ്തത്? താൻ തന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കി. Good morning, doctor. ഇന്ന് കുറെ പേഷ്യൻസ് ഉണ്ടോ? കുറച്ച് പേഷ്യൻസ്. ഇന്ന് വിളിച്ചോളൂ. എന്ത് പറ്റി? 2 ദിവസം നേരം പറഞ്ഞു. പക്ഷെ എനിക്ക് അലർജിയുടെ കുറച്ച് ഇഷ്യൂ. അലർജിക്കുള്ള മരുന്ന് എഴുതിയിട്ടില്ലല്ലോ. സിട്രസിനോ? സിട്രസിൻ തന്നെ അലർജിക്കുള്ള മരുന്നാണ്. അതിന് തന്നെ അലർജിയോ? കൊള്ളാലോ, അതിന് എഴുതുന്നില്ല. ഉണ്ട്. അതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്, ഫാർമസിന്ന് പറയും. ഇല്ലെങ്കിലേ ടൈമില്ല, അതിനിടക്കാണ് ഓരോന്ന്. നെക്സ്റ്റ് പേഷ്യന്റ്. എന്താ പറ്റിയത്? കയ്യിലൊരു വേദനയുണ്ടോ? വേദനയില്ല. എന്തായാലും എക്സ്റേ എടുക്കേണ്ടി വരും. അത് എഴുതുന്നുണ്ട്. സാറേ, എന്റെ മോളും മ്യൂസിയനായിട്ടാ പഠിക്കണേ. അതിന് എന്നാ പറ, എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് ഇവിടെ സ്ട്രക്ചർ ഇൻവോൾവ് ആയത്? മോള് പേടിക്കണ്ട പറഞ്ഞു. ഇല്ലയോ? കയ്യിലോ? അതിപ്പോ കയ്യിലല്ലേ? സാറേ ഒന്നുകൂടെ നോക്കി നോക്ക്, മൂക്ക് തെറ്റാൻ ഒരു വഴി കാണും. വെറുതെ അല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. പഠിക്കാൻ വിട്ടാ പഠിക്കണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ഇയാളെ ഒന്നും പറയാൻ തോന്നുന്നു. ഇയാൾ ഇവിടുത്തെ ഡോക്ടറാണ്. രോഗി ഉണ്ടെങ്കിലേ ഡോക്ടർ ഉള്ളൂ. അല്ല, അതൊക്കെ അവിടെ നോക്കട്ടെ. നീ എന്താ നേരത്തെ കയ്യിൽ കാര്യം ചോദിച്ചപ്പോ എന്തൊക്കെ പറഞ്ഞിട്ട് ഇത് നോക്കാം. അവസ്ഥ നോക്കി ഇവിടെ എന്താ പ്രശ്നം? ഇതിനെ പോലെയുള്ള ഡോക്ടർമാരാണുള്ള പ്രശ്നം. കഴിഞ്ഞ തിങ്കളാഴ്ച അവിടെ കാലിൽ കുറിച്ച് കൊണ്ടപ്പോൾ വന്നതായിരുന്നു. പക്ഷെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഡോക്ടർ കാണരുത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് എന്റെ കൊച്ചിന്റെ അവസ്ഥ കാണരുത്. ഇന്നലെ കൊച്ചിന് അലങ്ങാൻ കൂടെ വയ്യ. ഇത് വേറെ ആശുപത്രി പോയപ്പോഴാണ് പറഞ്ഞത് അത് കുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ശ്രദ്ധിക്കണമല്ലോ. ഇവരൊക്കെ
എന്നെ തൊട്ടിരിക്കുന്നാൽ ഇവിടുന്ന് വഴിയേക്ക് പോകും. എന്താ സാറേ ഇത്? എവിടെയാണല്ലോ ശരിയല്ല എന്റെ കമ്മിറ്റി Take this piece of wood. ഇപ്പൊ കുഴപ്പമില്ല. വീട്ടിൽ വേരിച്ചല്ലോ ഇല്ലല്ലോ ഒന്ന് സംഭവം ഡ്യൂട്ടിക്ക് പോയില്ല. അത് രാവിലെ മോർണിംഗ് ഡ്യൂട്ടിക്ക് വന്നിരുന്നു. രാവിലെ പേഷ്യന്റ് ചെറിയ ഇഷ്യൂ ഉണ്ടായി. അങ്ങനെ കുറച്ച് സ്ട്രെസ് ആയിട്ട് പുറത്ത് പോയതായിരുന്നു. അപ്പൊ ഫോൺ വഴി വെച്ചിട്ടാണ് ആക്സിഡന്റ് ആയത്. തലേന്ന് സാധനങ്ങൾ കുറച്ച് ദേഷ്യം കൂടുതലുണ്ടെന്ന് ഹോസ്പിറ്റലൊക്കെ പറഞ്ഞു. അന്ന് രാവിലെ ഇഷ്യൂ ഉണ്ടാക്കിയ പേഷ്യന്റിനെ ബൈസ്റ്റാൻഡറാണ് ഇവിടെ എത്തിച്ചത്. കറക്റ്റ് ടൈം എത്തിച്ചുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടുത്താനായിരുന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. ഇപ്പോഴത്തെ പോക്കല്ലേ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പേരുടെ മുന്നിൽ ഡോക്ടറിന്റെ വാല്യൂ ഉണ്ടാവണമെങ്കിൽ പേഷ്യന്റിനോട് നല്ലോണം ഇടപെടണം. എന്നാ ശരി. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ഡോക്ടർക്ക് ഇത്ര അഹങ്കാരം പാടുണ്ടോന്ന്. ശരിയാ, ക്വാളിഫിക്കേഷനും പദവിയും ഒക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രൊഫഷണലിസം ഒന്നും പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി വളയ്ക്കേണ്ടതല്ല. അതൊക്കെ ആദ്യം മുതലേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പിന്നെ അവന്റെ അടിത്തറ ആദ്യം മുതലേ പോക്കായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയതെന്നല്ല. പക്ഷെ അടിത്തറ മുതൽ ശരിയായാലേ കാലിടറാതെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റും. Good morning. Good morning. Okay. Today I want to discuss about communication. So, what is communication? Tirtha, what is communication? Communication is what? Communication is the process where people connect through words, actions, or expressions. Okay, about communication in healthcare. Communication in healthcare is the process of sharing information between health professionals and patients to achieve better diagnosis, treatment, and
മതി. സാരല്ല. കേട്ടോ? എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? ഒന്നുമില്ലേ? എക്സാംസ് ഒക്കെ മാത്രമായിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ സമയത്ത് കുറച്ച് കാര്യങ്ങൾ വരാനാണ്. നിങ്ങളൊക്കെ ഡോക്ടേഴ്സ് ആകുമ്പോൾ ആൾക്കാരെന്നുള്ള ഓർമ്മയാണ്. ക്ലാസ്സിൽ ഇരിക്കുന്നത് ഉൾപ്പെടെ എല്ലാത്തിലും ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. സാറേ ഗെറ്റ് ഔട്ട്. കണ്ടില്ലേ, കോളേജ് ലൈഫ് ആസ്വദിക്കാൻ വരുന്ന സാരംഗിനെ പോലുള്ള ജെൻസി കിഡ്സിന് ഈ കോമും സ്കിറ്റും കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സും ഒക്കെ ഒരു കളിതമാശയായിരുന്നു. അതൊന്നും വെറുതെ അല്ല. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? പേരിന്റെ മുന്നിൽ ഡോക്ടറിന് വാല്യൂ ഉണ്ടാവണമെങ്കിൽ മുന്നിൽ വരുന്ന പേഷ്യൻസിനോട് നന്നായി പെരുമാറണം. അവനത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. എന്തായിരുന്നു ചോദിച്ചത്? डॉक्टर शरीर दर्द कर रहा है पूरा. സോറി ഡോക്ടർ. കുഴപ്പമില്ല, എല്ലാ പേഷ്യൻസിനെയും നോക്കുന്നത് ഒരു ഡോക്ടറെ കടമയല്ല. डॉक्टर शरीर दर्द कर रहा है, गले में दर्द होता है, सर दर्द करता है. ഞാനൊന്ന് സ്റ്റെത്തോസ്കോപ്പ് വെച്ച് നോക്കാം. ओके डॉक्टर. പനിയുണ്ട്, ഒരു ആന്റിബയോട്ടിക് എഴുതുന്നുണ്ട്. അത് 3 ദിവസം കഴിച്ചാൽ മതി. താങ്ക് യു. ये डॉक्टर. നിങ്ങൾ ഒരു മാസം മുമ്പ് തന്നെ കാണിച്ചതല്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. കുറവ്. വേദന വരുന്നുണ്ടോ? ഇല്ല ഇല്ല. ടെസ്റ്റ് ചെയ്ത് വരാൻ പറ്റില്ല, റിപ്പോർട്ട് ഉണ്ടോ? നിങ്ങൾ ക്ലാസ്സിലെല്ലാം പോകാറുണ്ടോ? ഇല്ല, മൊത്തം ടെൻഷൻ ക്ലാസ് മിസ്സായി. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നല്ല മാറ്റമുണ്ട്. വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നും കാണുന്നില്ല. എന്തായാലും 2 ദിവസം വെള്ളി വെക്കേണ്ടി വരും. കോളേജിലൊന്നും പോകുന്നതിന് വലിയ കുഴപ്പമില്ല. 2 ദിവസം വെയിറ്റ് ചെയ്തോളാം. കുറെ ഹോസ്പിറ്റൽ കാണിച്ചു, വ്യത്യാസം. എന്തായാലും മരുന്ന് എഴുതാം, അതൊന്ന് കഴിച്ചു. ഇത് കഴിച്ച് മാറ്റിയില്ലെങ്കിൽ വന്ന് കാണിച്ചു. ഇതിന് കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സിൽ സ്വന്തം ജീവിതം സംരക്ഷിക്കാനായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഓരോ രോഗിയുടെ മനസ്സറിയാൻ ശ്രമിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഒട്ടുമിക്ക പ്രശ്നങ്ങളും. രോഗികളുണ്ടെങ്കിലേ ഡോക്ടർ എന്നതുകൊണ്ട് അർത്ഥമുള്ളൂ. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിന്റെ പേരിൽ നിരന്തരമായി ഉയർന്നുവരുന്ന ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനും മാധ്യമങ്ങളുടെ മുന്നിലെ ഇരയാവാതിരിക്കാനും നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ബി ദ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്.